ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പവിത്രത്തിൻ്റെ വരുന്ന ആഴ്ചയിലുള്ള എപ്പിസോഡിൽ നമ്മുടെ വിക്രത്തിനെ എങ്ങനെയെങ്കിലും ശ്രീനിവാസനിൽ നിന്നും ഒരു മാസമെങ്കിലും അകറ്റി നിർത്തണമെന്ന് നമ്മുടെ വേദയുടെ ആഗ്രഹം വേദ സാധിച്ചെടുക്കുകയാണ് കേട്ടോ. അതിന് അമ്മയുടെ ഫുൾ സപ്പോർട്ടൊക്കെ ഉണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി അമ്പലത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ വേദ എന്തൊക്കെ വഴിപാടാണ് കൊടുത്തിരിക്കണതെന്നൊന്നും ആർക്കും അറിയില്ല കേട്ടോ. നമ്മുടെ നന്ദിനിയടുത്ത് കുറേ ശ്രമിക്കുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, പക്ഷേ ആരും ഒന്നും പറയുകയല്ല. അങ്ങനെ നമ്മുടെ വിക്രം പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ്. വന്നു കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ ചുറ്റും പ്രദക്ഷിണം വെച്ചിട്ട് വരാനൊക്കെ തിരുമേനി പറയാണ്. അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ വേദ എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ വിക്രത്തിനെ 45 ദിവസത്തെ വ്രതം എടുത്ത് ശബരിമലയ്ക്ക് വിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ വേദ തീരുമാനിക്കുന്നത്. അങ്ങനെ അമ്പലത്തിൽ വെച്ചിട്ട് നമ്മുടെ വിക്രം മലയ്ക്ക് പോവാൻ മാലയൊക്കെ ഇടുകയാണ് കേട്ടോ. അപ്പോൾ വേദയുടെ ആ ഒരു ആഗ്രഹപ്രകാരം തന്നെ നമ്മുടെ വിക്രം എല്ലാത്തിനും കൂട്ടു നിൽക്കുകയാണ്. മാല ഇട്ടു. അപ്പോൾ നമ്മുടെ നന്ദിനിയടത്തേക്കാണെങ്കിൽ കുശുമ്പുണ്ട്, എങ്കിലും അതൊക്കെ മനസ്സിലൊതുക്കിയ ആളതിൽ നിൽക്കുകയാണ് കേട്ടോ. സന്തോഷം അഭിനയിച്ച് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് അങ്ങനെ നമ്മുടെ വേദ അങ്ങനെ മനസ്സിലാഗ്രഹിച്ച പോലെ കാര്യങ്ങളൊക്കെ സാധിക്കാൻ പറ്റിയതിൽ സന്തോഷത്തോടെ അങ്ങനെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ആകെ ഒരു അമ്പരപ്പാണ് കേട്ടോ നമ്മുടെ വിക്രത്തിനെ കാണുമ്പോൾ തന്നെ. ഇതെന്താ ഇത്, അമ്മ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. വേദ ഇങ്ങനെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചെങ്കിലും ഏതാണെന്നൊന്നും അമ്മയ്ക്ക് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാം ഫുൾ വേദയുടെ പ്ലാനിങ് തന്നെയായിരുന്നു. അതിശയം തോന്നുകയാണ് അമ്മയ്ക്ക്. വിക്രം, നീ ഇങ്ങനെ ചെയ്തല്ലോ, അമ്മയ്ക്ക് സന്തോഷമായി. നീ മലയ്ക്ക് പോകാൻ അമ്മയുടെ എത്ര നാളത്തെ ആഗ്രഹമാണെന്നൊക്കെ അമ്മ പറയാണ് കേട്ടോ. പക്ഷെ മാഷിനാണെങ്കിൽ ഇതൊന്നും കണ്ടിട്ട് വലിയ ഇതൊന്നും ഇല്ല. ഇതൊക്കെ ഒരു പ്രകടനം മാത്രമാണെന്നുള്ള രീതിയിലാണ് മാഷിൻ്റെ പെരുമാറ്റം. അത് കേൾക്കുമ്പോൾ വിക്രത്തിന് വിഷമം വരുന്നുണ്ടെങ്കിലും വിക്രം ഒന്നും കാണിക്കുന്നില്ല. അച്ഛൻ ഇതിലപ്പുറം പറയുന്നത് എന്തായാലും നമ്മുടെ വിക്രം പ്രതീക്ഷിച്ചത് തന്നെയാണ്. അതേപോലെയൊക്കെ തന്നെയാണ് അച്ഛൻ പറയുന്നത് കേട്ടോ. അതിൻ്റെ ഇടയിൽ കിട്ടിയ അവസരത്തിലൊക്കെ നമ്മുടെ നന്ദിനിയടത്തി വേദന കുറ്റപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വിക്രം ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് വ്രതം തുടങ്ങി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രീനിവാസൻ അറിയുന്നുണ്ട്. അപ്പോൾ അറിയുമ്പോൾ തന്നെ അയാൾക്ക് മനസ്സിലാവും ഇതിൻ്റെ പുറകിൽ നമ്മുടെ വേദ തന്നെയാണ്. വിക്രത്തിനെ തന്നിൽ നിന്നും അകറ്റാൻ വേണ്ടി വേദ കണ്ടുപിടിച്ച പുതിയ മാർഗ്ഗമാണെന്നുള്ളത് ശ്രീനിവാസന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അത് അയാളുടെ ഭാര്യയെ പറയുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു പെൺകുട്ടിയല്ല വേദ, അവൾക്ക് ഭയങ്കര ബുദ്ധി തന്നെയാണ്, അവൾ നമ്മളിൽ നിന്നും വിക്രത്തിനെ അകറ്റും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും വരുന്ന എപ്പിസോഡുകൾ നല്ല രസകരമായ ശബരിമല പോക്കൊക്കെ തന്നെയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.